കണ്ടിട്ടുണ്ട്. അവിടെ ഒരു മൂർഖൻ എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ കണ്ടോ, ഉള്ളിലോട്ട് വലിഞ്ഞു. ബോണക്കാടിലേക്ക് ഒരു യാത്ര പോയാലോ? അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വിതുര ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. പ്രൈവറ്റ് വാഹനങ്ങളെ ഒന്നും തന്നെയും അങ്ങോട്ട് കടത്തിവിടുന്നതല്ല. അതുകൊണ്ട് ഞങ്ങൾ വന്ന വാഹനത്തെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് വെച്ചതിന് ശേഷം KSRTC ബസ്സിലായിരുന്നു ഞങ്ങളുടെ യാത്ര. ബോണക്കാടല്ലേ, അങ്ങോട്ട് പോകാൻ ആരും കാണില്ല എന്ന് കരുതിയ ഞങ്ങൾക്ക് തെറ്റി കേട്ടോ. ബസ് നിറച്ച ആൾക്കാരായിരുന്നു. ആകെപ്പാടെ 2 സർവീസുകൾ മാത്രമേ ബോണക്കാട്ടിലോട്ടുള്ളൂ. ഞങ്ങൾ 12:30-ക്കുള്ള ബസ്സിനാണ് യാത്ര തിരിച്ചത്. അങ്ങനെ കുറച്ചു നേരം സീറ്റ് കിട്ടാതെ ബസ്സിൽ തൂങ്ങി പിടിച്ചു നിന്നു. ബസ്സിലെ കാഴ്ചകൾ ഇങ്ങനെയാണ്. എന്തിനാണ് ഈ അമ്മച്ചി വടിയും കൂന്നി ഇരിക്കുന്നതെന്നായിരുന്നു ആദ്യത്തെ എൻ്റെ സംശയം. വനത്തിലുള്ള ആൾക്കാരുടെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ ഒരു ഊന്നുവടി കാണും. ഇവരെല്ലാവരും ടൗണിൽ സാധനങ്ങൾ വാങ്ങാൻ പോയവരാണ്. 10-20 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഇവർക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ മേടിക്കാൻ പോകാൻ. എല്ലാവരും പ്രായമുള്ളവരാണ്. ഒരു മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെ ടൗണിൽ പോയി ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുമെന്നാണ് ഇവർ പറഞ്ഞത്. യാത്രയ്ക്ക് ഒരു അമ്മച്ചിയും കൂടെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അമ്മച്ചി കടയിൽ സാധനമൊക്കെ വാങ്ങിക്കാനും ബാങ്കിലൊക്കെ പോയതാണ്. അപ്പം എനിക്ക് അമ്മച്ചിയുടെ അടുത്താണ് സീറ്റ് കിട്ടിയത്. നമ്മൾ ഏറ്റവും ഫ്രണ്ടിലായിരിക്കുന്നത്. അമ്മച്ചിയുടെ പേരെന്താ? വല്യമ്മ എന്നാണ് അമ്മച്ചിയുടെ പേര്. വീട്ടിലാരൊക്കെ ഉണ്ട്? മക്കളൊക്കെ തമിഴ്നാടാ. ഇപ്പം അവിടെ തേയില കൃഷിയൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. അവിടെ പണ്ട് തേയില ഫാക്ടറിയൊക്കെ ഇപ്പോഴും ഉണ്ടോ അവിടെ? അതന്നെ. അങ്ങനെ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും സീറ്റ് കിട്ടി കേട്ടോ. ഇനിയുള്ള കാഴ്ചകൾ മനോഹരമാണ്. അറിയാമല്ലോ, വനത്തിലൂടെയുള്ള യാത്ര. ഒരു 15 കിലോമീറ്ററോളം ഇതുപോലെ വനമേഖലയാണ്. ഏറ്റവും ടോപ്പിൽ 150ഓളം കുടുംബങ്ങൾ പാർക്കുന്നുണ്ട്. ഒരുപാട് വന്യമൃഗങ്ങളുടെ ശല്യമുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് പ്രൈവറ്റ് വാഹനങ്ങളെയൊന്നും കടത്തിവിടാത്തത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു കൂട്ടം കാട്ടുപന്നികളാണ് പെട്ടെന്ന് പാസ് ചെയ്തു പോയത്. എനിക്കത് വീഡിയോയിൽ പകർത്താൻ സാധിച്ചില്ല. മുന്നോട്ട് പോകുന്തോറും വനത്തിൻ്റെ ഭംഗി കൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ആറൊക്കെ മലവെള്ളം വരുന്ന സമയത്ത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കാഴ്ചയാണ്. അതുപോലെ തന്നെ ആനകളെല്ലാം വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ് ഈ കാണുന്നത്. 150ഓളം കുടുംബങ്ങൾ ഇതിന്റെ മുകളിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണല്ലേ. ഇനി നമ്മൾ അവർക്ക് വേണ്ടി എത്ര സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താലും ഈ കാടും മലയും ഉപേക്ഷിച്ച് വരാൻ അവരൊരിക്കലും തയ്യാറാവില്ല. നല്ല ശുദ്ധവായുവും ആയുസ് കൂടുതൽ വേണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വസിക്കണമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ജനവാസ മേഖലയിൽ എത്തിയിട്ടുണ്ട്. ഇവർക്ക് പ്രധാനമായും കൃഷി തന്നെയാണ് ഇവരുടെ വരുമാന മാർഗം. ഒരുപാട് കന്നുകാലികളെ വളർത്തുന്നുണ്ട് ഇവിടെ. ഈ കാണുന്നത് ഒരു കടയാണ് കേട്ടോ. അത്യാവശ്യം ചെറിയ സാധനങ്ങൾക്ക് പെട്ടെന്ന് ഓടിച്ചെന്ന് വാങ്ങാൻ പറ്റുന്ന ചെറിയൊരു കടയാണ്. ഇവിടെയാണ് ഒരു ബസ് സ്റ്റോപ്പ് വരുന്നത്. ആകപ്പാടെ 2 സ്റ്റോപ്പാണ് ഇവിടെ ഉള്ളത്. ഏറ്റവും ടോപ്പിൽ ഒരു സ്റ്റോപ്പുണ്ട്. അവിടെയാണ് കൂടുതൽ ആളുകളും വസിക്കുന്നതും. ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂളുണ്ട്, ഒരു പഞ്ചായത്തുണ്ട്, പോസ്റ്റ് ഓഫീസുണ്ട്. അങ്ങനെ അവർക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഞങ്ങളങ്ങനെ ഈ സ്റ്റോപ്പിൽ ഇറങ്ങുകയാണ്. ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ആ കാഴ്ചകളിലോട്ട് നമുക്കിനി പോകാം. വർഷങ്ങൾക്ക് മുമ്പ് പൂട്ടിക്കിടന്ന ഒരു തേയില ഫാക്ടറി ഉണ്ട്. അതിൻ്റെ കുറേ മിഷനറീസുകളും ഉണ്ട്. നമ്മളിതൊന്നും എല്ലാവരും ഇത് കാണാൻ ചാൻസ് ഇല്ല. നമുക്ക് ആ കാഴ്ചയിലോട്ട് പോവാം. ഇതാണ് ബോണക്കാടിലെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച തേയില ഫാക്ടറി. 100 വർഷത്തിന് മേൽ പഴക്കമുള്ള ഒരു ഫാക്ടറിയാണ്. പിന്നീട് ഇത് ഒരു പ്രൈവറ്റ് കമ്പനി ഏറ്റെടുത്തു എന്നാണ്. മഹാവീർ പ്ലാന്റേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഈ ഫാക്ടറി ഏറ്റെടുത്തത്. ഏകദേശം ഇത് പൂട്ടിയിട്ട് ഒരു 35 വർഷത്തോളം ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ബിൽഡിങ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. ഒന്നും ഇതിനകത്തുള്ള മിഷനറീസ് എല്ലാം നശിച്ചു പോയ ഒരവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. സത്യത്തിൽ ഇതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിരുന്നുവെങ്കിൽ ഇന്ന് ഇതെല്ലാവർക്കും ഒരു മ്യൂസിയം പോലെ വന്ന് സന്ദർശിക്കാനുള്ള ഒരു സ്ഥലമായേനെ കേട്ടോ. ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടെ ആയേനെ. ഒരു 100 വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഒരു ഫാക്ടറിയാണ്. അതിൻ്റെ കുറേ വീലുകളും സംഭവങ്ങളൊക്കെയാണ്. ഇതെന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ഇത് തേയിലയുടെ പരിപാടിയായിരുന്നു ഇവിടെ. അതിൻ്റെ എന്തോ പ്ലാന്റാണ്. ആ തേയിലയുടെ പ്ലാന്റാണ്. അപ്പോൾ അതിൽ കണ്ടില്ലേ, ഇത്രയും ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള മെഷീനറീസുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് പോകാം. സൂക്ഷിച്ച് നടക്കണം. നമുക്കിതിലേക്ക് കയറി ഇതൊക്കെ അതിൻ്റെ എഞ്ചിനും സാധനങ്ങളും ഒക്കെയാണ്. ഇത് പ്രൈവറ്റ് കമ്പനിയാണ്. ഇപ്പം അവരുടെ ഉടമസ്ഥതയിലാണ് ഈ മെഷീനൊക്കെ. കണ്ടില്ലേ, പണ്ടത്തെ എത്രയോ ഹെവി മെഷീനുകൾ, എന്തുമാത്രം വലിയ മെഷീനുകളാണെന്ന് നോക്കി കൂട്ടുകാരെ. ഇതൊക്കെ തേയില ഫാക്ടറിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെഷീനുകളാണ് കേട്ടോ. എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഉരുക്കിലുള്ള മെഷീനുകളാണ്.
അപ്പോൾ ഇത്രയും ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു ഫാക്ടറിയാണ് കേട്ടോ ഇത്. ഒറോസ്ലി എന്നാണ് ഈ കമ്പനിയുടെ പേര്. അത് ഈ മിഷനറീസിൻ്റെ, അപ്പം എല്ലാം വിദേശ നിർമ്മിത മെഷീനുകളാണ് കേട്ടോ. മനസ്സിലാകുന്നില്ല എന്തോ സംഭവം എന്നൊക്കെ. ഇവിടെ പശുക്കളാണ് ഇപ്പം ഇവിടെ കയറി കിടക്കുന്നതൊക്കെ. അപ്പം ഒരു ഫാക്ടറിയുടെ ഒരുപാട് ബോയിലറുകളും അതുപോലെ തന്നെ ഒരുപാട് മെഷീനറീസ്, വലിയൊരു പ്ലാന്റാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് ഈ സിമെൻറ്റ് ബ്രിക്സ് ഒന്നുമില്ല. ഇത് ചെയ്തിരിക്കുന്ന സിമെൻറ്റ് ബ്രിക്സ് അല്ലെന്ന് തോന്നുന്നു. ഇത് ചുണ്ണാമ്പും മണലുമായിട്ടുള്ള ഒരു മിശ്രിതം വെച്ചിട്ടാണ് ഈ ബിൽഡിങ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇത്രയും വർഷങ്ങളായിട്ടും നോക്കിയേ, കരിങ്കല്ല് ഫേസ് ചെയ്ത് കെട്ടിയിരിക്കുന്നതാണ്. അത്രയും നല്ല ബിൽഡിങ്ങുകളാണ്. ഇതിൻ്റെ ചുമരുകളെല്ലാം കരിങ്കല്ലാണ്. അതാണ് മറ്റൊരു പ്രത്യേകത. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൈവറ്റ് പാർട്ടിയുടെ ലായിപ്പോയി. ഇതൊരു മ്യൂസിയമായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സൈറ്റാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ അടിപൊളി ഒരു അമേസിങ് യാത്രയിലാണ് കേട്ടോ. നമ്മൾ വിതിര എന്ന ബോണക്കാടോട്ട് വന്ന 76 രൂപ 2 പേർക്കായിട്ടുണ്ട്. 76 രൂപയും 2 ബസ്സും 1 കുപ്പി മിനറൽ വാട്ടറുമാണ് നമുക്കായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വേണം നമുക്ക് യാത്ര. ഇവിടെ വന്നപ്പോഴത്തേന് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞ്, ഇവിടെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, ഞാൻ അഗസ്ത്യാറോടത്ത് ഡ്രോപ്പ് ചെയ്യാനായിട്ട് നേരത്തെ വന്നിട്ടുണ്ട്. ഒരു 10-15 വർഷത്തിന് മുമ്പ് ആൾക്കാരെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് എൻ്റെ വണ്ടിയും കൊണ്ട് ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഈ പറയുന്ന നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ, നല്ല സൂപ്പർ. പിന്നെ ഇറങ്ങുമ്പോൾ തെന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, വഴുക്കലുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേറൊരു ഒറ്റ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് പ്ലേസ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കുറച്ച് ആൾക്കാർ താമസിക്കുന്ന, ഫാക്ടറിയുടെ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ബോണക്കാട് എന്ന് പറയുന്നത്. ഒരു 150ഓളം കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവരെല്ലാം വിതിരയിൽ നിന്നൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ ഈ ബസ്സിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് അമ്മച്ചിയെ കാണിച്ചില്ലേ, അവരും ബാങ്കിൽ നിന്ന് പെൻഷൻ എടുക്കാനൊക്കെ പോയതാണ്. അപ്പോൾ അവരൊക്കെ എന്നാലും വളരെ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് കേട്ടോ, മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഫ്രഷ് ആക്കാം. കാരണം ബസ്സിലൊക്കെ എന്നും യാത്ര ചെയ്യുന്നതല്ലല്ലോ, വല്ലപ്പോഴൊക്കെ യാത്ര ചെയ്യുന്നതാണ്. അപ്പം കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക്. പിന്നെ നമ്മുടെ വണ്ടി വിടാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ വന്നത്. ഇവിടെ എപ്പോഴും വഴുക്കലുള്ള സ്ഥലമാണ്. വഴുക്കൽ നോക്കി, വഴുക്കലില്ലാത്ത സ്ഥലത്ത് ചവിട്ടി വേണം അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനായിട്ട്. പക്ഷെ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അയ്യോ എൻ്റെ ദൈവമേ, സൂപ്പർ വെള്ളം. സൂപ്പർ വെള്ളം എന്ന് പറഞ്ഞാൽ ഐസ്, ഫ്രിഡ്ജിലിരിക്കുന്ന ഐസ് വെള്ളം എങ്ങനെയാണോ അതുപോലെ കാലൊക്കെ ഒന്ന് തണുപ്പിച്ചാൽ കാലും ചെവിയൊക്കെ ഇങ്ങനെ തണുപ്പിക്കണം. അപ്പോൾ തണുപ്പ് നമ്മുടെ ശരീരത്തോട്ട് കിട്ടും. ഇവിടെ സത്യം പറഞ്ഞാൽ ബസ്സിലൊക്കെ വന്നിട്ട് വരുവാണെങ്കിൽ ഒരു 12 മണിക്കൊക്കെ വന്നിട്ട് നമുക്കിവിടെ വന്നിട്ട് കുളിയൊക്കെ എന്തെങ്കിലും ഫുഡും ഒക്കെ ആയിട്ട് വന്നാൽ കുറേ നേരം ഇവിടെയൊക്കെ കറങ്ങി നടക്കാൻ പറ്റും. പക്ഷേ ബസ്സിലേ വരാൻ പറ്റുള്ളൂ. വിതിര ഡിപ്പോയിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് നമ്മൾ നേരെ 12:30-ക്കുള്ള ബോണക്കാട് ബസ്സിൽ കയറി ഇവിടെ ഇറങ്ങിയിട്ട് ഒരു ഫാക്ടറി ഉണ്ട്, ഫസ്റ്റ് സ്റ്റോപ്പുണ്ട്, പോസ്റ്റ് ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് അഗസ്ത്യാർകൂടം പോകുന്ന ലൈനിലോട്ട് വരും വണ്ടി. ഫസ്റ്റ് വണ്ടി അവിടെ തിരിച്ചിട്ടാണ് പോകുന്നത്. അവിടെ ഒരാളെ ഉള്ളെങ്കിലും വണ്ടി ഇങ്ങി വരും. അത് കഴിഞ്ഞിട്ട് ജനവാസ മേഖലയിലോട്ട് അങ്ങോട്ട് പോകും. ഇവിടെ വന്ന് ഇറങ്ങിയാൽ നമുക്ക് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് 5:30-ക്കുള്ള ബസ്സിന് തിരിച്ചു പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങളൊരു പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയായിരുന്നു. എന്തായാലും ഞാൻ ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല. പൊന്മുടി കല്ലറൊക്കെ പോയിട്ടുണ്ട്. വിതിരയിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ സ്ഥലത്തെത്താൻ. പ്രൈവറ്റ് വാഹനങ്ങൾ ഒന്നും കടത്തിവിടില്ല, KSRTC ബസ് മാത്രമാണ് ആശ്രയം. അപ്പം ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12:30-ക്കാണ് KSRTC ബസ്സിന്റെ ടൈം വരുന്നത്. ഇറങ്ങുന്നവർ സൂക്ഷിച്ചിറങ്ങിക്കൊള്ളണം. പാറയിൽ നല്ല വഴുക്കലുണ്ട്, പായലാണ്, പക്ഷെ നല്ല തടുത്ത വെള്ളമാണ് കേട്ടോ. ഇവിടെ ഒരു 150ഓളം കുടുംബങ്ങളുണ്ട് കേട്ടോ. അവരെ ആശ്രയിക്കുന്ന ഒരു തണ്ണീർ തടമെന്ന് തന്നെ പറയാം. അവർ കുളിക്കുന്ന സ്ഥലമാണ്. ഈ 12:30-ക്ക് ബസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ബസ് തിരിച്ചു പോകുന്നത് 1:50-നാണ് കേട്ടോ. നമുക്ക് അത് ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ 5:30-ക്കുള്ള ബസ്സിൽ തിരിച്ചു പോയാൽ മതി. അതെ ആ ഒരു സമയം നോക്കി നമ്മൾ വരത്തുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് ചുറ്റി കാണാം. വാ. ഈ വഴി നേരെ പോകുന്ന അഗസ്ത്യാർകൂടം റൂട്ടിലേക്കാണ്. അവിടെ മേളിൽ ചെന്ന 2 കിലോമീറ്റർ കഴിഞ്ഞ് ഫോറസ്റ്റ് സ്റ്റേഷനുണ്ട്. അവിടെ നിന്നാണ് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഗസ്ത്യാർകൂടം പോകുന്ന ആൾക്കാരെല്ലാം ഇതിലെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ആറ്, ഇത് ഈ പറയുന്ന ഈ തോടെല്ലാം ആറ് തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഒഴുകുന്നതും നല്ല കണ്ണീര് പോലത്തെ ജലമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്ന് കുളിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളത് വളരെ വിഷമമുണ്ടായി. കാരണം ബസ് ഇപ്പോൾ പോകുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് വരുമ്പം 12 മണിക്കത്തെ ബസ്സിന് വന്നിട്ട് നമുക്ക് വൈകിട്ട് ഒരു 5:30-ക്ക് തിരിച്ചു പോകത്തക്ക രീതിയിലുള്ള വരവ് വേണം വരാനായിട്ട്.
ക്ഷേത്രത്തിൻ്റെ ഒരു കാണിക്കവഞ്ചിയാണ് കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ വരെ വന്നേക്കെ ദൈവങ്ങൾ നമ്മളെയും കൂടെ രക്ഷിക്കട്ടെ. അപ്പം വനത്തിലെ ദൈവങ്ങൾക്കൊക്കെ ശക്തി കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം, ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ബാക്കി കുറച്ച് കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോകാം. ഇവിടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നടന്നു വരുന്ന വഴിയിൽ ഒരു അതിഥിയെ കണ്ടു കേട്ടോ. ഇവിടെ എന്നെ വിട്ടില്ല, എൻ്റെ മുന്നിൽ വന്ന് എന്നെ പെട്ടു. ഇവിടെ ഒരു മൂർഖൻ എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ കണ്ടോ, ഉള്ളിലോട്ട് വലിഞ്ഞു. ഇതാ അവിടെ ഒരു പാമ്പിന്റെ ചട്ട കിടപ്പുണ്ട്, കണ്ടോ? മൂർഖൻ തൊട്ടടുത്ത് തന്നെയാണ് താമസം. ഈ ഹോളിന്, ഈ വേസ്റ്റ് പോകുന്ന ഹോളിന്റെ അപ്പുറത്തായിട്ടാണ് പുള്ളിക്കാരുടെ താമസം കേട്ടോ. അപ്പൊ എല്ലാത്തിനും സൗകര്യമായിട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ചട്ട കിടക്കയാ, ആളാ ഹോളിൽ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് എന്തായാലും അതിനെ ഒന്നും ശല്യം ചെയ്യണ്ട, അവരുടെ ആവാസ വ്യവസ്ഥയാണ് ഇത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണുക, ശല്യം ചെയ്യാതെ പോവുക, അതാണ് ചെയ്യേണ്ടത്. ഇപ്പോഴും നമ്മൾ അഗസ്ത്യാർകൂടം റോഡിലേക്കുള്ള എൻട്രിയിൽ നിന്നും ജംഗ്ഷനിലേക്ക് വന്നു, ഇവിടോട്ട് വന്നു. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കടയിലോട്ട് വല്ലതും നോക്കാം. ആളില്ല, ആരും വല്ലപ്പോഴൊക്കെ വരും. അപ്പം നമ്മൾ 2 മോരും വെള്ളമൊക്കെ കുടിക്കാൻ കയറിയിരിക്കുക കേട്ടോ. ഇവിടുന്ന് മോരും വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾ പഴയൊരു നാച്ചുറലായിട്ടുള്ളൊരു കടയാണ്. ഇരുന്ന് സമാധാനമായിട്ട് നോക്കി കേട്ടോ. എൻ്റെ പണ്ടത്തെ വീടൊക്കെ ചാണകം മെഴുകി തറയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കിടക്കുന്ന ഒരു പ്രത്യേക ഒരു സുഖമാണ്, തണുപ്പുണ്ട്. ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വെയിൽ. ഇവിടെ കയറിയിരുന്നപ്പോൾ ഒരു സമാധാനമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് മോരും വെള്ളമൊക്കെ കുടിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതാണ് മോരും വെള്ളം എത്തിയിട്ടുണ്ട്. നല്ല എരിവ്, നല്ല ഉപ്പ്, നല്ല പുളിപ്പ്, ഉടങ്കല്ലി മുളകാണേ, സൂപ്പർ. പിന്നെ ഒരു ബിസ്ക്കറ്റ് കൊടുത്തിട്ട് അല്ലടാ. പഴയ ഫാക്ടറിയൊക്കെ ഉള്ള ടൈമിലുള്ള ഒരു ട്രാക്ടറാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ജീപ്പ് കിടപ്പുണ്ട്, 550 DP പഴയ മോഡൽ. അതിന് എഞ്ചിനൊക്കെ കൊണ്ടുപോയി കേട്ടോ. എഞ്ചിനൊന്നുമില്ല, എഞ്ചിനുള്ള വണ്ടിയാണ്. ആണല്ലേ. ഇപ്പം നമ്മൾ വന്ന വണ്ടി ഇതാണ്, നെടുമങ്ങാട് ഡിപ്പോയുടെ വണ്ടിയാണ് കേട്ടോ. കേട്ടോ 2 ആൺമയിലും 1 പെൺമയിലുമാണ് അതിലുള്ളത്. ഇവിടെ വന്നപ്പോഴാണ് കുറേ നാൾ കൂടി നമ്മൾ ചാമ്പയ്ക്ക കഴിച്ചിട്ട്. ചാമ്പയ്ക്ക എന്ന് പറഞ്ഞാൽ നാടൻ ചാമ്പയ്ക്ക, വലിയ മരമാണ്. കിട്ടി. മധുരമുള്ളത് കഴിച്ചിട്ടും ഇവിടുത്തെ വീടിൻ്റെയൊക്കെ മാതൃകകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ലോങ് സ്കൂൾ പോലെ ഇരിക്കുന്ന സ്കൂളല്ല, ഇത് വീടാണ്, ഓരോരുത്തരുടെയും വീടാണ് കേട്ടോ.